RRB-NTPCയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 13/10/2024 രാത്രി 12 മണി വരെയാണ്. അതുപോലെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2024 വരെയാണ്. ഒക്ടോബർ 16 മുതൽ ഒക്ടോബർ 25 വരെ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ടിൽ യൂസ് ചെയ്ത ഡേറ്റയും ചൂസ് ചെയ്ത RRB വെച്ച് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് എക്സ്ട്രാ ഫീ കൊടുത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. 250 രൂപയാണ് മോഡിഫിക്കേഷൻ ഫീ വരുന്നത്. ഓരോ വട്ടവും മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് 250 വീതം അടയ്ക്കേണ്ടി വരും. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ വേക്കൻസികളിലേക്ക് സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ RRBയുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തുന്നതായിരിക്കും. 2024 RRBയുടെ വേറെ ആപ്ലിക്കേഷൻ ഒന്നും അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈയിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അല്ലാത്തവർ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ബാക്കി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പം ഒരു ഡിസ്പ്ലേ വരും. അതിൻ്റെ അത് കാണുന്നുണ്ട് നമുക്ക് ടെക്നീഷ്യൻ, സബ് ഇൻസ്പെക്ടർ, അങ്ങനെയുള്ള കോൺസ്റ്റബിൾ, ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പഴയ നോട്ടിഫിക്കേഷനുകളിൽ അപ്ലൈ ചെയ്തവർക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അവരുടെ പഴയ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട്. അല്ലാത്തവർക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓക്കെ കൊടുത്ത് ബാക്കി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പോവുക. ആയിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതിൽ തന്നെ ഫുൾ നെയിം നമ്മൾ SSLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. റൈറ്റ് സൈഡിൽ ഫുൾ നെയിം വീണ്ടും റീടൈപ്പ് ചെയ്യുക, കൺഫേം ചെയ്യുക. അടുത്തതായി നിങ്ങൾ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് യെസ് എന്ന് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നോ ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായി 10th ക്ലാസ്സിലെ SSLC സർട്ടിഫിക്കറ്റ് പോലെ തന്നെ എൻ്റർ ചെയ്യുക. റൈറ്റ് സൈഡിൽ വീണ്ടും റീടൈപ്പ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത്. അത് കഴിഞ്ഞ് ജെൻഡർ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ ജെൻഡർ വീണ്ടും സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യുക. അടുത്തതായി അച്ഛൻ്റെ നെയിം എൻ്റർ ചെയ്യുക, അത് റീടൈപ്പ് ചെയ്യുക. അമ്മയുടെ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ റീടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യുക. അടുത്തതായി ആധാർ വെരിഫിക്കേഷൻ ആണ്. ആധാർ ഉള്ളവർക്ക് ആധാർ വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഐ ഡു നോട്ട് ഹാവ് ആധാർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യും. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് വെരിഫൈ യൂസിങ് ആധാർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലുള്ള എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും ആധാറിലുള്ള ഡീറ്റെയിൽസും കറക്റ്റ് ആണെങ്കിൽ മേളിൽ മൈ ആധാർ ഡീറ്റെയിൽസ് ആർ സെയിം ആസ് പെർ മെട്രിക്കുലേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ താഴത്തെ ടിക്ക് ചെയ്യാനുള്ള ബോക്സും ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആധാർ വെരിഫൈ ആകുന്നതായിരിക്കും. അടുത്തതായി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള ജനറേറ്റ് OTP എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ചില സമയങ്ങളിൽ OTP പേജ് ലേറ്റ് ഉണ്ടാവും. അപ്പം ഇത് പേജിൽ നിന്ന് പുറത്തു പോകരുത്. OTP നോക്കിക്കൊണ്ടിരിക്കുക. ഇമെയിലിൽ നിന്ന് വരുമ്പം ഇതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, OTP അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ടിന് വേണ്ടി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഒരു 8 ലെറ്റർ പാസ്വേഡ് ആയിരിക്കണം. അതിന് ഫസ്റ്റ് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകണം, അതിൻ്റെ അകത്തൊരു സ്മോൾ ലെറ്റർ ഉണ്ടാകണം, സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാകണം, നമ്പേഴ്സ് ഉണ്ടാകണം. 8 ലെറ്റർ പാസ്വേഡ് ആയിരിക്കണം. അത് സെറ്റ് ചെയ്യുക. അത് എവിടെയെങ്കിലും എഴുതി വെക്കുക, മറന്നു പോകുക. ശേഷം ആ പാസ്വേഡ് കൺഫേം പാസ്വേഡിലൂടെ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. ലാസ്റ്റത്തുള്ള ക്യാപ്ച എൻ്റർ ചെയ്യുക. റിവ്യൂ ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ശേഷം ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൻ്റെ അകത്ത് നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ എല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടാവും. അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ I have rechecked the above details and found correct ടിക്ക് കൊടുക്കുക, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. കാരണം ഇതിന് ശേഷം ഈ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കും പിന്നീട് ബാക്കിയില്ലാത്ത. അത് മാക്സിമം കറക്റ്റ് ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എൻ്റർ കൊടുക്കുക, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. മൊബൈൽ നമ്പറിലും മെസ്സേജ് വരുന്നതായിരിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇമെയിലിലും മെയിൽ വരുന്നതായിരിക്കും. നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ലോഗിൻ ID ആയിട്ട് കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് വെച്ച് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ നമ്മൾ ചെയ്തത് അക്കൗണ്ട് ക്രിയേഷൻ ആയിരുന്നു. ഇനിയുള്ളത്
ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യലാണ്. ഇതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന RRB, ബാക്കിയുള്ള നമ്മളെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുന്നതിനകത്താണ്. പിന്നെയുള്ള കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കയ്യിൽ കരുതി വെക്കേണ്ടതെന്ന് പറയുന്നത്, റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ അവരുടെ കാറ്റഗറി ഏതാണോ വരുന്നത് ആ കാറ്റഗറിയിൽ റിസർവേഷന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് തെളിയിക്കുന്ന SC, ST, OBC ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ളവർ അവരുടെ സർട്ടിഫിക്കറ്റ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അവരുടെ സർട്ടിഫിക്കറ്റ്, എല്ലാ സർട്ടിഫിക്കറ്റുകളും ഈ ടൈം ഫ്രെയിമിൽ അപ്ലൈ ചെയ്ത് കയ്യിൽ കരുതി വെച്ചിട്ട് വേണം നമുക്ക് ഈ ബാക്കിയുള്ള ആപ്ലിക്കേഷന് കണ്ടിന്യൂ ചെയ്യാൻ. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ നമ്പർ ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ SSLC ഉണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി, അത് PDF ആയിട്ട് സ്കാൻ ചെയ്ത് 500 KB താഴെ സേവ് ചെയ്ത് വെക്കുക. അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഒരു ഫോട്ടോ, സിഗ്നേച്ചറിൻ്റെ സ്കാൻ ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ 30 മുതൽ 70 KB വരെ സൈസിൽ കയ്യിൽ സൂക്ഷിക്കും. നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് അപ്ലൈയിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID എൻ്റർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച പാസ്വേഡും കൂടി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ മേളിലെ സെക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ജനറൽ ഇൻസ്ട്രക്ഷൻസ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്കാണ്. ഈ സെക്ഷനിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്ന RRB ആണ്. നമ്മൾ ഏത് RRBയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ RRB ഇവിടെ നമ്മൾ ചൂസ് ചെയ്യണം. ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പം നമ്മൾ ഏത് RRBയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ RRB കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് തിരുവനന്തപുരം RRB ആണ്. അത് സെലക്ട് ചെയ്ത് താഴെ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യുക. പക്ഷേ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തവർ ഇവിടെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആദ്യം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് തന്നെ ഇവിടെ വരുന്നതായിരിക്കും. ബാക്കി ഇനി എൻ്റർ ചെയ്യാനുള്ളത് മാരീഡ് ആണോ അല്ലോ എന്നുള്ളത് എൻ്റർ ചെയ്യുക. അടുത്തത് റിലീജിയൻ, നിങ്ങളുടെ റിലീജിയൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഫീ എക്സംഷൻ വേണോ വേണ്ടേ എന്നുള്ളതാണ്. ഇത് വേണമെന്നുള്ളത് വേണമെന്ന് കൊടുക്കാം. അതിനുള്ള ഫീ എക്സംഷൻ്റെ ഒരു റിക്വസ്റ്റ് ഫോം ഉണ്ട്. അത് ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ കരുതി വെക്കുക. അത് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്തതായി മദർ ടങ്ക്, മാതൃഭാഷ സെലക്ട് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ലാംഗ്വേജിലാണ് എക്സാം എഴുതാൻ ചൂസ് ചെയ്യുന്നുള്ളത്. അതിപ്പോൾ നമുക്ക് മലയാളം ഉണ്ട്, 13 ലാംഗ്വേജസ് ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്. അതിലിപ്പോൾ നിങ്ങൾക്ക് മലയാളം വേണ്ടവർക്ക് മലയാളം സെലക്ട് ചെയ്യാം, ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുക. അടുത്തതായി ഒരു പെർമനന്റ് ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഒരെണ്ണമെങ്കിലും എൻ്റർ ചെയ്യുക. അത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകും. ആ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളതാണ്. നമ്മൾ SC ST ആണോ, OBC ആണോ, EWS ആണോ, ഏത് കമ്മ്യൂണിറ്റിയിലാണ് പെടുന്നത് അതിൻ്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ എൻ്റർ ചെയ്യണം. നമ്മൾ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. ഇഷ്യൂയിങ് അതോറിറ്റി, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡീറ്റെയിൽസ് ആണ് ഇവിടെ ആണുള്ളത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞാൽ നമുക്ക് റിസർവേഷനുള്ള കാറ്റഗറിക്കാർ ഈ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അത് റിസർവ് കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് ഈ സെക്ഷനിൽ വന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്ത് ബാക്കി സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ബാക്കി കണ്ടിന്യൂ ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി പ്രസന്റ് ആൻഡ് പെർമനന്റ് അഡ്രസ് എൻ്റർ ചെയ്യാനുള്ളതാണ്. നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ഒന്നാണെങ്കിൽ താഴത്തെ ടിക്ക് കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ്. അടുത്ത വീട്ടിൽ എൻ്റർ ചെയ്യാനുള്ള എക്സർവീസ്മാൻ ആണോ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. അടുത്ത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ കൊടുക്കുക. സ്ക്രൈബ് ഡീറ്റെയിൽസ് ആണ്. സ്ക്രൈബ് വേണ്ടവരാണെങ്കിൽ അത് യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അടുത്തതായി ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസിൽ പെട്ടതാണോ, EBC കാറ്റഗറിയിൽ പെട്ടതാണോ ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക.
അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എസ് ആണെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുക. അടുത്തതായി ഏതെങ്കിലും റെയിൽവേ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, PSU ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെലക്ട്, ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ സെലക്ട് ചെയ്യുക. അടുത്തതായി നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ ഫീ പേ ചെയ്യുന്നുണ്ട് 500 അല്ലെങ്കിൽ 250 രൂപ. അത് റീഫണ്ട് ഉള്ളതാണ്. ആ റീഫണ്ട് കിട്ടാൻ വേണ്ടിയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം, അക്കൗണ്ട് നമ്പർ വീണ്ടും രണ്ടാമത് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. IFSC കോഡ് എൻ്റർ ചെയ്യുക. അതിട്ട് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുമ്പോൾ നമ്മളെ നെയിം ഓഫ് ബാങ്ക്, ബാങ്കിൻ്റെ അഡ്രസ്സ് എന്നിവ വരുന്നതായിരിക്കും. കറക്റ്റ് ആണെങ്കിൽ സേവ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അടുത്തതായി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യാനുള്ളത്. അത് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ഏതാണ് ബോർഡ്, നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്തുണ്ട് ബോർഡ് കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് റിസൾട്ട്, റിവിഷൻ, റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ എന്നിവ എൻ്റർ ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെന്റ് കൊടുക്കുക. ആ ഡോക്യുമെന്റ് 500 KB താഴെ ആയിരിക്കണം, PDF ഫോർമാറ്റിലായിരിക്കണം. ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വീണ്ടും ആഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിസിപ്ലിൻ ബാച്ചിലേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന സബ്സ്ട്രീം നമ്മൾ പഠിച്ച ഡിഗ്രി കോഴ്സ് ഏതാണോ ആ കോഴ്സിൻ്റെ പേരും എൻ്റർ ചെയ്യുക. കോഴ്സിൻ്റെ പേരും ഒരുമിച്ച് എൻ്റർ ചെയ്യുക. BSc ഫിസിക്സ്, BSc കെമിസ്ട്രി അങ്ങനെ ഏതാണോ അത് എൻ്റർ ചെയ്യുക. അടുത്ത സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, നെയിം ഓഫ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി, കോളേജിൻ്റെ പേര് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൻ്റർ ചെയ്യുക. അതിനുശേഷം റിസൾട്ട്, ഡിക്ലറേഷൻ ഡേറ്റ് അത് എൻ്റർ ചെയ്യുക. ആഡ് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് ചെയ്യുക. നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത് ഫോട്ടോയും സിഗ്നേച്ചറുമാണ്. ഫോട്ടോ വരുന്നത് 250 വിഡ്ത്തും 120 ഹൈറ്റും 30 മുതൽ 70 KB വരെ JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ ആയിരിക്കണം നമുക്ക് വേണ്ടത്. സിഗ്നേച്ചർ വിഡ്ത്ത് വരുന്നത് 140 പിക്സലും ഹൈറ്റ് വരുന്നത് 60 പിക്സലുമാണ്. അതും 30 മുതൽ 70 KB വരെ സൈസ് ഉണ്ടാകണം. JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ വെച്ചിട്ടുള്ള തസ്തികകളിലേക്കുള്ള പ്രിഫറൻസ്, ഓർഡർ പ്രിഫറൻസ് ആണ് കൊടുക്കുക. ഇപ്പം വിളിച്ചിട്ടുള്ള ജോബ് ആപ്ലിക്കേഷൻസിൽ ജോബ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ നമുക്ക് വേണ്ടത്, ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ് ഏതാണോ അത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്ന് പുറത്തേക്ക് ആഡ് ആകുന്നതായിരിക്കും. വേക്കൻസികളിലും പ്രിഫറൻസ് അനുസരിച്ച് ആഡ് ആക്കി കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരികയും ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആകുകയും ചെയ്യും. അതായത് ആ ബോക്സ് ഡിക്ലറേഷൻ ആണ്. അതിൻ്റെ അകത്ത് ടിക്ക് ചെയ്യാനുള്ള ബോക്സുകളെല്ലാം ടിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലേസ് എൻ്റർ ചെയ്യുക. എന്നിട്ട് പ്രിവ്യൂ ആൻഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ വരുന്നതിൽ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് ലാസ്റ്റ് ഐ ഹാവ് റീച്ച് ഒക്കെ ഡീറ്റെയിൽസ് ഫോൺ കറക്റ്റ് എന്ന് പറഞ്ഞ ബോക്സ് ടിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതെന്ന് പറയുന്നത് ഇനി ഇതിന് ശേഷം വേറെ കറക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സബ്മിറ്റിന് ശേഷം. അപ്പോൾ അത് കറക്റ്റായിട്ടാണല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇതിന് ശേഷം നേരെ പോവുക പേയ്മെൻറ്റ് പേജിലേക്കാണ്. അവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പേയ്മെൻറ്റ് സക്സസ് ആയി കഴിയണം. കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ, പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം അറിയാൻ നമുക്ക് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ നോക്കിയാൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നതാണ്. എക്സാം ഫീയുടെ റീഫണ്ട് ഉള്ളത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തവർക്ക് മാത്രമായിരിക്കും.